ചിന്താപ്രഭാതം. രണ്ടുപേർക്കിടയിൽ അകലം വരാൻ കാരണമെന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മുമ്പ് ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നവർ ഇപ്പോൾ പരസ്പരം മിണ്ടാതിരിക്കാനും, പ്രണയത്തിലായിരുന്നവർ അകലത്തിലായതിനും, അടുപ്പമുണ്ടായിരുന്ന പലരും ഓർക്കുക പോലും ചെയ്യാത്തതിനുമൊക്കെ കാരണമന്വേഷിച്ചിട്ടുണ്ടോ? വാശിയാണത്. നമ്മളറിയാതെ നമ്മെ മാറ്റിക്കളയുന്ന ഒന്നാം തരം വാശി. രണ്ടുപേർ തമ്മിൽ ഒരുപാട് അടുപ്പമുണ്ടെന്ന് കരുതുക. പിന്നൊക്കെയും നമ്മൾ അറിയണം, നമ്മോട് പറയണം, നമ്മളില്ലാതെ ഒന്നും പാടില്ലെന്നൊക്കെയുള്ള വാശികളിലായിരിക്കും അത് തുടങ്ങുക. പിന്നെ പിന്നെ അത് സ്വാതന്ത്ര്യം കെടുത്തുന്ന വാശികളാകും. മിക്കപ്പോഴും നമ്മളോട് പറയാൻ വിട്ടുപോകുന്ന കാര്യങ്ങൾ അറിഞ്ഞില്ലെന്നും പറഞ്ഞില്ലെന്നുമൊക്കെ പറഞ്ഞാകും തെറ്റിദ്ധാരണ തുടങ്ങുക. പിന്നെ അവൻ ഇങ്ങോട്ടു മിണ്ടട്ടെ, അവൾ ഇങ്ങോട്ടു മിണ്ടട്ടെ, എന്നിട്ടാകാം ഞാൻ എന്ന് വാശിയാകും. നമ്മൾ ഓർക്കാതെ പോകുന്നത് അതേ വാശി മറ്റേയാൾക്കും ഉണ്ടാകും എന്നതാണ്. രണ്ടാളും വാശിയിൽ തന്നെ നിൽക്കുവോളം ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ഒരു സൗഹൃദം, ഒരു ബന്ധമൊക്കെ പതിയെ ഇല്ലാണ്ടാകലായി. ഒരു മെസ്സേജ് ഇടാൻ നമുക്കും തോന്നില്ല, അവർക്കും തോന്നില്ല. വാശി. അതേസമയം വാശി ഉപേക്ഷിക്കുമെന്ന് സ്വയം വാശി പിടിച്ചു നോക്കിയേ. നമ്മൾ ആരോടും ഒന്നിനോടും വാശി കാണിക്കില്ലെന്ന് നിശ്ചയിച്ചു നോക്കൂ. ബന്ധങ്ങൾ അതീവ മനോഹരമാകുന്നത് കാണാം. ഇങ്ങോട്ട് മിണ്ടിയില്ലെങ്കിലും അങ്ങോട്ട് മിണ്ടണം. പിന്നെയും മിണ്ടിയില്ലെങ്കിലും വീണ്ടും മിണ്ടണം. മൂന്നാം വട്ടം ശ്രമിച്ചിട്ടും മിണ്ടിയില്ലേൽ പിന്നെ ശ്രമിക്കേണ്ട. അത് വാശിയല്ല, തീരുമാനമാണ് എന്ന് മനസ്സിലാക്കണം. നമ്മളെ വേണമെന്നുള്ളവർ നമ്മുടെ മുന്നിൽ വാശി കാണിക്കാതിരിക്കട്ടെ എന്നതിനേക്കാൾ നല്ല ചിന്തയാണ് നമുക്ക് വേണമെന്നുള്ളവർക്ക് മുന്നിൽ നമ്മൾ തോറ്റുകൊടുക്കുന്നത്. വിട്ടുകൊടുക്കലാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ താഴ്വാരം. ക്ഷമിക്കുക എന്നതാണ് ജീവിതത്തിലെ വസന്തം. എല്ലാവർക്കും അതിന് കഴിയട്ടെ. വാശിയൊക്കെ മാറ്റിവെച്ച് പ്രിയപ്പെട്ട ആൾക്കൊരു മെസ്സേജ് ഇട്ടേ. ചില നേരങ്ങളിൽ തോൽവിയാണ് യഥാർത്ഥ വിജയം. ഒത്തിരി ഇഷ്ടത്തോടെ, സ്നേഹത്തോടെ ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് രാജീവ്.